അയ്യോ ഇച്ചിരി കിട്ടിയുള്ളു, കിട്ടുമായിരിക്കും. അപ്പോൾ ഉണ്ടല്ലേ ഇന്ന് ഞങ്ങളുണ്ടല്ലേ ഒരു കിടിലൻ സാധനത്തിനെ കറി വെക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണേ. ഇത് നമ്മുടെ ഈ തോട്ടിലേക്ക് ഇഷ്ടം പോലെയുള്ള സാധനമാണ്. പക്ഷേ ഇതിനെ ഇതുവരെ നമ്മുടെ ഇവിടെ ആരും കറി വെക്കണ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പാടയെന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ തോടുകളിലും കായലുകളിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. ഇവിടുത്തെ മീനുകളുടെ പ്രധാന ഭക്ഷണമാണ്. അപ്പോൾ അത് ഞങ്ങളും ഉണ്ടല്ലോ ഇതിനെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇന്ന് നോക്കാൻ പോണേനെ. ഇത് ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതേ കണ്ട കുറേ കാണണ്ടാന്ന് നോക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ സൂം ചെയ്ത്, വെള്ളത്തിനടിയിൽ നിൽക്കണത്. നോക്ക്, കണ്ട അത് ഈ ലെയറിൽ കൂടി ഓടിപ്പോണത് കണ്ട. ഇച്ചിരി ലൈറ്റൊക്കെ മാറ്റിയിട്ട് കൊടുത്ത് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും. എന്തോരം കിട്ടിയെന്ന് നോക്കട്ടെ. കുറച്ച് കിട്ടിയുള്ളു. ഇത് കാണിച്ചു കൊടുത്തേ വേണ്ട. അതിൽ മീനിനെയൊക്കെ കളയണം. ഒരു ലക്ഷം ഇല്ലടാ. ഇത് വളരെ കുറച്ച് കിട്ടില്ല കേട്ടാ. ഒരു 10-20,000. ഇതേ അടുത്ത് പിടിക്കട്ടെ. ഇത് ഞാൻ കോരിയെടുക്കും കുറേ. നോക്കിയേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം. അതിനകത്ത് മീനിനെയൊക്കെ നമ്മളെടുത്ത്, അതെ ഈ ചെറിയ കായൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പിറകെ കളയാം. ഇതുണ്ട് 3 ലക്ഷം ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. $5 ലക്ഷം കൺഫേംഡ്. അയ്യോ കാലി പോയേ. ആ സൈഡിലേക്ക് ഒഴുക്കുള്ളതുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അല്ലേ. ഇതിനകത്തേ കുറച്ച് ചെറിയ ചെറിയ മീനുകളെ കിടപ്പുണ്ടേ. അപ്പം മീനുകൾ കിടന്നാലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പന്മാരുടെ ടേസ്റ്റ് അല്ലേ അറിയേണ്ടത്. അപ്പം മീൻ കിടന്നാൽ മീനിൻ്റെ ടേസ്റ്റ് വരില്ലേ. നോക്കിയേ കണ്ട, ഇതൊരു കുഞ്ഞു മീൻ ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ സ്രാവ് കിടക്കണ പോലെ തോന്നണം. ഇതാണ് ഇവന്മാരുടെ വലിപ്പം കണ്ട. നല്ല പൊടി പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ തലയും പാലും കിളുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട് കണ്ട. ഇതാണ് പൂപ്പാട എന്ന് പറയുന്ന സാധനം. ഇതിന് വേറെ പേരെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക ഇത് എന്തെങ്കിലും മീനുകളുടെ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ഇതിൽ കൂടുതൽ ഈ സാധനം വലുതാകും കണ്ടിട്ടില്ല, ഇതിൽ കൂടുതൽ ചെറുതായും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ കണ്ടേക്കണത്. എന്തായാലും ഇത് ഇത് വലുതായിട്ട് വേറെ മീനാ വലിയ ചെമ്മീനാ ആകില്ല. ചെമ്മീൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കണത്. ഇതിനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചെമ്മീനും കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റയായിട്ട് പിടിച്ച് ഇവിടുന്ന് പെട്ടെന്ന് കോരിയെടുത്ത് കണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ ബാക്കി പേരെന്തെങ്കിലും അറിയാവുന്നവരും ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് ക്രിൽ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഇത് തന്നെയാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ക്രിൽ ഫിഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പക്ഷേ അത് ഇതിലും വലിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. ഇത് ഏകദേശം ഇതിൻ്റെ വലിപ്പം പറയാനാണെങ്കിൽ ഒരു മാക്സിമം നീളം ഒരെണ്ണത്തിന് 3/4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. വണ്ണമാണെങ്കിൽ ഒരുമാതിരി ഒരു 0.5 mm ഒക്കെ ഉണ്ടാവും. അത്രയും പോലും ഉണ്ടാവില്ല. 0.5 അത്രയും ഉണ്ടാവും. ആദ്യം പച്ചമുളക് എല്ലാം നമുക്ക് ചതച്ചെടുത്തിട്ടേ ഇതിനകത്തിട്ട് പീര പറ്റിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഈ തേങ്ങയും കൂടി ഇട്ട് തിരുമണം. കുറച്ച് കറിവേപ്പില ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ, പൊടിയുള്ള ഉപ്പിട്ടാ, ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പ്രധാന ചേരുവയാണ് കേട്ടോ ഇടുന്നത്. ചേരുവല്ല, ഇതാണ് ഐറ്റം കറി വെക്കാനുള്ള. ഇതെങ്ങാനും കറി എങ്ങാനും മിന്നിച്ചാലുണ്ടല്ലോ നാളെ ഇവിടുത്തെ പൂപ്പടക്കം കിടക്കപ്പുറത്തി ഉണ്ടായാല.
ഇത് കുറേ ഉണ്ട്. പിന്നെ അങ്ങനെ പെട്ടെന്ന് വംശനാശമൊന്നും സംഭവിക്കാത്ത സാധനമാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് അറിയാമല്ലോ, ആരും പിടിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ ഇവിടെ കിടക്കണത്. ഇനി നാളെ തൊട്ട് ഇവൻ്റെ അവസാനമായിരിക്കും. ഇനി നൈസായിട്ട് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കണ്ട, ചെറിയ വെള്ളം ഉണ്ട് ഇതിനകത്തിപ്പോൾ. ഇനി ഒരു 3-4 കഷ്ണം പുളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇനി ഇത് മൂടി വെച്ചിട്ടേ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേകട്ടെ. നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഇന്ന് ഞാനും റോഷനും മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് കഴിക്കാൻ നേരത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചു വരുത്തും. ഈ എന്ത് സാധനമാണെന്ന് പറയാല, എന്നിട്ട് കൊടുത്തു നോക്കാം. എന്നാലല്ലേ ഇതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ കഴിക്കാൻ നേരത്ത് അത് പറയാൻ പറ്റില്ല. വരട്ടെ, എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വിളിച്ചു വരുത്താം. കണ്ടാൽ മനസ്സിലാവുമല്ലേ സംഭവം? പിന്നെ മനസ്സിലാകും കേട്ടോ സംഭവത്തിനകത്ത് കിടന്ന്. എടാ വരുവാ, നീ ഇവിടെ ചാലു വരെ വരുവാടാ. നീ വാടാ മുത്തേ. എടാ ഞാനിവിടെ മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കിടിലൻ്റെ സാധനം ഉണ്ടാക്കിയേക്കണം, ടേസ്റ്റ് ആയിട്ട്. ഭൂമിയും കുഞ്ഞിനെ ഞാൻ എടുക്കാം. ചെറിയ വില കുറച്ച് കിട്ടുമോ? വില കുറച്ച് കിട്ടുമോ? അന്ന് വരെ വലിയ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആ പൈസക്ക് കിട്ടിയിട്ട് എങ്ങനെ മുതലാകാനാണ് എന്നിട്ട്? നോക്കിലടിക്കാം. നീ വാ ഇവിടെ കിടില, നീ വാ എന്തായാലും കേട്ടോ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം അതിനെ പറ്റി. നീ ഇപ്പം ഇവിടെ മുട്ടത്തോരൻ കഴിക്കാൻ വാ. ഇവിടെ ഞാനും റോഷനും ഉള്ളത്. പണി കഴിഞ്ഞ് കിടക്കണേ, കഴിച്ചാൽ മതി. വാ, അത് ചോറ് തരാം. വാ, നീ വാന്ന്. ഇത് കഴിഞ്ഞിട്ടും പോയിക്കോ, കഴിഞ്ഞ സാധനം. മുട്ടത്തോരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വലിയ ചിക്കനാ വലിയ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ സാജൻ വേണ്ട. ഈ സ്മെല്ല് അവിടെ ചെല്ലുമ്പോൾ അവൻ പറഞ്ഞു വിടാൻ അവനെ മുട്ടത്തോരൻ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവനൊരു വിലയില്ല. ഞാൻ ചോറ് കഴിച്ചിട്ടും വരാമെന്ന്. പക്ഷേ ഇത് മനസ്സിലാവും അവന്. എന്താണെന്നറിയാവാ, അവൻ ഓൾറെഡി സാജൻ ഇത് പ്ലാൻ ചെയ്തേക്കുന്നതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും. പക്ഷേ ബിനീഷിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവനെ വിളിക്കാം, അതാണ് നല്ലത്. കിടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആശുപത്രി കിടക്കണം, അല്ലാണ്ട് നമ്മൾ മാത്രം പോയിട്ട് ആശുപത്രി കിടന്നാൽ അതെങ്ങനെയാണ് ഒരു മര്യാദ? ബിനീഷേ വാടാ, മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വാ വാ, പെട്ടെന്ന് വാ. അത് നീ ഇപ്പം കഴിക്കണം, മറ്റേ ഇതല്ലേ നെയ്ച്ചോറല്ലേ? നെയ്ച്ചോറും പോർക്ക് റോസ്റ്റും. അതൊന്നും അല്ല, അതിലും ടേസ്റ്റുള്ള സാധനം ഇടാവാ. നീ ഇത് കഴിക്കാം. വാ, അത് ഇങ്ങോട്ട് എടുത്തിട്ട് പോരെ, അത് നമുക്ക് കഴിക്കാം. സ്മെല്ലൊന്നും പറയാൻ പറ്റില്ല. എന്നാ അറിയാമോ, ഞാൻ 2-3 ദിവസമായിട്ട് ഇതിനെ ഈ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് എനിക്കറിയാം. ചെമ്മീൻ്റെ സ്മെല്ലുമായിട്ട് കുറച്ച് വ്യത്യാസമുള്ള സ്മെല്ലാണ്. ഇല്ല, തേങ്ങയായിട്ട് ഞാൻ തിരിഞ്ഞു ഞാനാ. ടേസ്റ്റ് പറയാനാണ് എനിക്ക് പറ്റണില്ല. ആ പൂപ്പാഴ ടേസ്റ്റ് കിട്ടണുണ്ട്. അവസാനം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നിർത്താം നമുക്ക്. ഇച്ചിരി വേപ്പില ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ പച്ച ഇട്ടിടുമ്പോഴേ അതിൻ്റെ ഫ്ലേവർ കിട്ടും. അമ്മ 2 പേര് വന്നിട്ട് കേട്ടാ, വേണ്ടല്ലേ? ഇത്തിരി ഉപ്പ് കറക്റ്റാണോ നോക്കിയാടാ. ഉപ്പ് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. നോക്കിയാ ഉപ്പ് അതിനുണ്ടാ നോക്കിയാ. ചൂടാ, പിന്നെ ചൂടല്ലാണ്ട് പിന്നെ ഉപ്പ് എങ്ങനെയുണ്ട്? കറക്റ്റാണോ? ഒന്ന് കൊഴുവേ? കൊഴുവല്ല, മുട്ടത്തോരന. മുട്ടയൊന്നുമല്ല, മീനാണ്. ഇത് പാടി ചെയ്തേക്കണേ. ഇത് നീ പറ. ഉപ്പുണ്ടല്ലോ. ഉപ്പുണ്ട്, നീ പറ.
എന്താ സാധനം ടേസ്റ്റ് എന്താണ്ടെന്ന് പറയാം എന്തിൻ്റെ ടേസ്റ്റാ ടേസ്റ്റ് പറ എന്തിൻ്റെ ടേസ്റ്റ് വേറെ മീനാണെന്നുള്ള കാര്യം അറിയാം, പക്ഷെ എന്തോ ചെറിയ സാധനം എന്തോണ്ടോ അല്ലാണ്ട് വലുതും അല്ലേ ഇത്. അടുത്ത് കിടക്കണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത് ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ട് പറഞ്ഞ ഇത് നമ്മുടെ ഇല്ലടാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പറ. ടേസ്റ്റ് കൂടാ, ഉപ്പൊക്കെ ഉണ്ടോ പിന്നെ ശരിക്കും ടേസ്റ്റ് കിട്ടിയാണെങ്കിൽ എന്തുണ്ടാവാ സാധനത്തിന്റെ എല്ലാം പറഞ്ഞത്. ടേസ്റ്റ് കിട്ടിയാണത് നമ്മുടെ കൊഴുവാപ്പിരില്ലേ, കൊഴുവ നോർമലി നമ്മൾ അടിച്ച് മിക്സിയിലിട്ട് അടിച്ചാൽ എങ്ങനെ ആകുള്ളൂ. കൊഴുവയുടെ ഫ്ലേവർ ആ കൊഴുവയുടെ ഒരു ഇത് വന്നിട്ടുണ്ട് അതിനകത്ത്. നീ പറ നിനക്ക് എന്തിന്റെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഒന്നിന്റെ ഫ്ലേവർ തോന്നണില്ല. എന്തായാലും മീനാണെന്ന് മനസ്സിലായി. എന്തോ മീൻ എന്താ മീനിന്റെ ചൊവ്വയുണ്ട്. എനിക്ക് തോന്നണേ ഇനി മീൻ തന്നെയാണോ ഇത് പണ്ടാരമേ? തന്നു മനുഷ്യനെ പറ്റിച്ചാണ് ഇത്. കൊഴുവാപ്പേര് വെക്കണതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായി. അത് തന്നെ ആ സാധനം ടേസ്റ്റ് വന്നു കറക്റ്റായിട്ട്. അല്ല ഇത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാ? കഴിഞ്ഞ് നിങ്ങൾ ഇത് തിന്നാൻ പോണെ ഇനി അല്ലാണ്ട് അല്ലേ ഇവരുടെ അടുപ്പിച്ചാണ് ചോദിച്ചാന്ന്. അത് നീ ഇന്നെ അറിയണ്ട സാധനം ഞാൻ പറഞ്ഞില്ലേ ഇവനെ അറിയാൻ പറ്റുന്ന. ഞാൻ ഇതിന്റെ ടേസ്റ്റ് പറയായിട്ട് വെച്ചപ്പോ തന്നെ മീനിന്റെ ടേസ്റ്റ് അല്ലേക്കണത്. അല്ലടാ നിനക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് സാധനമാണെന്ന്. നിങ്ങളുടെ സംഭവം കൊള്ളാട്ടാണോ? എന്തോരം ക്വാണ്ടിറ്റി എടുത്തോ സാധനം? ക്വാണ്ടിറ്റി ഉണ്ട്, എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ചിട്ട് പോയ സാധനമാണോ ഞങ്ങൾക്ക് ശരിയാക്കി തന്നത്? എന്ത് സാധനം? പൂപ്പാട. ഹൈ പ്രോട്ടീൻ ആണ് ഈ സാധനത്തിലെ പണ്ടാരമേ ശരിയാക്കി തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത് നിന്നേക്ക് വിളിക്കാൻ കാര്യമല്ലേ. പരീക്ഷണ വസ്തു ആക്കി വെച്ചേക്കണ. കുഴപ്പിന്റെ ടേസ്റ്റാണ്. ഇത്തിരി പുളി കൂടിയിട്ടുണ്ടാ. നീ ഇത്തിരി പുളിയിട്ട് കൂടിക്കളഞ്ഞാണ്. ഇച്ചിരി പുളി കൂടിപ്പോയി. പുളി കൂട്ടിക്കളഞ്ഞാണ്. സംഗതി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് പറഞ്ഞതാണ് കറക്റ്റ്. മീനുണ്ട് അവന്മാർക്ക് മീനാണെന്ന് പെട്ടെന്ന് തന്നെ മീനിന്റെ ഫ്ലേവർ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് കുറെ ദിവസമായിട്ട് ഞാനിത് കുക്ക് ചെയ്യാണ്ടിരിക്കണേ മറ്റേത്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു ഇതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണില്ല. അത് ഉള്ളിൽ കിടക്കണേണല്ലോ സംഭവം. മീനുണ്ട്, മീൻ പക്കയായിട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവരൊന്നും മീനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. സംഗതി അത്യാവശ്യം ഒരു കറി വെക്കാനുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. വെറുതെ കോരി എടുക്കുക കറി എന്തായിട്ട് മറ്റേ അത് കോരി എടുത്ത് ഞാൻ നല്ല ക്ലീൻ ആക്കി എടുത്ത് ഒന്നും ചെയ്തില്ല. നമ്മ പീരോതുക്ക് തലയും വലയും കിള്ളിയാൻ. അപ്പൊ ഇനി ബാലൻസ് കുറെ കറികളുണ്ടല്ലോ, കുറെ കറിയല്ല കുറച്ച് തന്നെ ബാക്കി ഈ നാട്ടിലെ എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഈ കറി ഇന്ന് എല്ലാവരും ഞാൻ തീറ്റിക്കും, എല്ലാവരും ടേസ്റ്റ് ചെയ്യും. അതെ സെബിക്ക് ഇച്ചിരി കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നടക്കില്ല. ഇതേപോലെ തോടും കായലും ബാക്ക് വാട്ടർ ഉള്ള സ്ഥലത്തെ ഈ സാധനം ഉണ്ടാവുള്ളൂ. ഫ്രഷ് വാട്ടറിൽ ഈ സാധനം ഉണ്ടാവില്ല, ബാക്ക് വാട്ടറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പിടിക്കാനായിട്ട് വേലിയേറ്റം ഇങ്ങനെ പൊങ്ങി വന്ന സമയമില്ല, തുടക്ക സമയത്താണെങ്കിൽ ഇതുമാതിരി ഇഷ്ടം പോലെ ഇങ്ങനെ ചെറിയ ഒഴുക്കിൽ വന്നിരിക്കും. ഇതല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഈ ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ടോർച്ചിൻ്റെ മുമ്പിൽ വന്നിരിക്കും. അപ്പോഴാണെങ്കിൽ സുഖമായിട്ട് കോരി എടുക്കുക. എന്തുകൊണ്ടാണെങ്കിലും കോരി എടുക്കാം, അത് വെച്ച് കോരി എടുക്കാം. ലൈറ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അത് നമ്മൾ പറഞ്ഞു ഈ സാധനമാണ് നമ്മുടെ ചെമ്മീൻ കെട്ടിലെ ഏറ്റവും ബേസ് ആയിട്ട് തുടങ്ങണത്. ഇവന്റെ ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ബേസ് ആയിട്ട് ഇവനായിരിക്കും തുടങ്ങണത്. ഇവനെ പിടിക്കാനായിട്ടാണ് കുറെ ഇത്രയുള്ള കുഞ്ഞു മീനുകൾ വരെ വന്നിട്ടില്ലായിരുന്ന. അങ്ങനെയുള്ള ഇത്രയുള്ള കുഞ്ഞു മീൻ മാത്രമല്ല ഇത്രയുള്ള കണ്ണികൾ പോലും ഇവന്മാരെ പിടിച്ചിട്ടാണ് തിന്നണത്. ഇവന്മാരെ കൂട്ടത്തോടെ വെട്ടിയെടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ നമ്മുടെ പ്രെഡേറ്ററിന്റെ കുഞ്ഞുങ്ങളുടെ മെയിൻ തീറ്റ. പ്രെഡേറ്റർ എല്ലാ പ്രെഡേറ്റർ വലിയ ആളാഞ്ചി അടക്കമുള്ള സാധനങ്ങൾ ചെറുതേ കഴിക്കണത് ഇത്. അത് നമ്മുടെ ചെമ്മീൻ കെട്ടിയും കായലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണിത് കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ.